ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദൈവ വിശ്വാസിയെ മോശയെ കുറിച്ചാണല്ലോ. മോശയെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? മോശ ഏകദൈവ വിശ്വാസി ആയിരുന്നുവെന്നും ഇവിടുത്തെ തൃത്വക്കാർ പറയുന്നത് പോലെ, യഹോവ സാക്ഷികൾ പറയുന്നത് പോലെയും ഒന്നുമായിരുന്നില്ല മോശയ്ക്ക് ഏക ദൈവമായിരുന്നു. ആ ഏക ദൈവത്തിലായിരുന്നു മോശ വിശ്വസിച്ചു വരുന്നെന്നും ആ മോശ തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും എഴുതിയതും. കാരണം ദൈവം ജഡത്തിൽ വെളിപ്പെടുമെന്നും ഒക്കെ വെളിപ്പെടുത്തുകയും ചെയ്ത മോശയ്ക്ക് ഒരിക്കലും 3 ദൈവങ്ങളോ 3 വ്യക്തിത്വങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പ്രധാനമായിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം എന്താണ്? ഈ തൃത്വക്കാരെ പോലെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. തൃത്വക്കാരുടെ ഇടയിൽ വളരെയധികം ഏറി വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബന്ധുക്കോസ് തൃത്വങ്ങളിൽ യേശുവിന്റെ നാമം പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയും ആളുകളെ പിടിച്ചെടുക്കുകയും വലിയ വലിയ സഭകൾ തുടങ്ങുകയും ചെയ്യുന്ന പാസ്റ്റർമാർ ഈ തരണത്തിൽ കൂടി വരികയാണ്. അവരുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ 3 ദൈവങ്ങൾ അവർക്കുണ്ട് എന്ന് അവർ വെല്ലുവിളിക്കാനും സാക്ഷ്യപ്പെടുത്താനും ഒക്കെ പറയും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അടിമാലിയിലുള്ള ഡേവിഡ് പാസ്റ്റർ. അദ്ദേഹം യേശു ക്രിസ്തുവിനെ ഉയർത്തി സംസാരിക്കുകയും ചെയ്യും. വീഡിയോയിൽ വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നവരെ എന്ത് ചെയ്യും? കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യും അദ്ദേഹം. കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അലർജിയുള്ള ഒന്നായി ഈ തരുണത്തിൽ മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ നാമം കേൾക്കുന്നതിന് ഇഷ്ടമല്ല, സ്നാനവും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസികൾ എന്തറിഞ്ഞിട്ടാണ് അദ്ദേഹത്തോടൊപ്പം വിശ്വാസത്തിൽ നിൽക്കുന്നത്? അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് 3 ദൈവങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് പെരുമാറേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളവർ ദൈവനാമത്തെ ദുഷിക്കുകയും ദൈവനാമത്തിൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരുണ്ട് അല്ലെങ്കിൽ 3 പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാളെ എന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളുടെ ആരുമില്ല. മോശയുടെ ഈ വാക്കുകൾ മിസ്രൈമ്യർക്കെതിരായിട്ടുള്ള വ്യക്തമായ തുറന്ന വെല്ലുവിളിയായിരുന്നു. ദൈവം അവരുടെ ദേവന്മാരെക്കാൾ എത്രയോ മഹോന്നതനെന്ന് വെളിപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ചാണ്. കാരണം 2-ഉം 3-ഉം ദൈവങ്ങൾ ഉള്ളവരെ കുറിച്ചും 2-ഉം 3-ഉം വ്യക്തിത്വങ്ങളാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നവരെയും ഒക്കെ എന്താണ് മോശ അവരുടെ മുമ്പിൽ ദൈവത്തെ ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഏക ദൈവത്തെ അവൻ ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 35 മുതൽ 35 നമ്മൾ വായിക്കും. 35-ാമത്തെ വാക്യത്തിൽ ആവർത്തന പുസ്തകം എഴുതിയത് മോശയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 35-ാമത്തെ വാക്യത്തിൽ, നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ.
ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രസ്താവനകളൊക്കെയും എന്ത് ചെയ്യാണ്? ഒരിക്കലും ഒരു പ്രചരണമോ അല്ലെങ്കിൽ കള്ള പ്രവചനങ്ങളോ ഒന്നുമല്ല സത്യത്തിൽ. കാരണം അത് വിശ്വസനീയമായ രേഖകൾ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ തരുണത്തില് ഓർക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോ അവിടെ നമ്മൾ കാണുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് യഹോവ തന്നെ ദൈവം. ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശുക്രിസ്തുവിനെ തോമസ് അപ്പോസ്തലൻ വിളിച്ചിരിക്കുന്നു എന്റെ കർത്താവും എന്റെ ദൈവമായ ഉള്ളോവി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ് സത്യദൈവം, സത്യദൈവവും നിത്യജീവനും എന്നവനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നമുക്ക് കേൾക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കും മഹാദൈവം എന്നാണ്. ഇവരെല്ലാം പറയുകയാണ് യേശു ക്രിസ്തുവും ദൈവമാണ്. അപ്പൊ തൃത്വക്കാരന്റെ ഈ പറ്റിര് നമ്മൾ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൃത്വക്കാർ പറയുകയാണ് ഇതെല്ലാം വ്യക്തികളാണെന്ന്. അതെങ്ങനെ വ്യക്തികളാകും? കാരണം ഇതെല്ലാം ദൈവത്വമുള്ള തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇവരെന്താണ് ഈ വ്യാഖ്യാനിക്കുന്ന തെറ്റായ പഠനങ്ങൾ ഈ കാലങ്ങളിൽ ഏറി വരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരാൾ മാത്രമല്ല, അതിലൊരാൾ മാത്രമേ ഉള്ളൂ ഈ അടിമാലി പാസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ തെറ്റിക്കുവാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ അങ്ങനെ? അവർക്ക് എങ്ങനെയെങ്കിലും എന്താണ് ഇവരുടെ 3 ദൈവങ്ങളുടെ അവരുടെ ആ സിദ്ധാന്തം തകർന്നു പോകരുത്. അവർ ദൈവവചനത്തിൽ നിന്നല്ല ചിന്തിക്കുന്നതെന്ന് നമുക്ക് ദൈവവചനം തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം. ദൈവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെ മറ്റൊരുത്തനില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവർ പ്രസംഗിക്കുകയാണ് ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്, 3 ദൈവങ്ങളാണ് എന്നിവർ പ്രസംഗിക്കുകയാണ്. ഇവർ പുറത്ത് ആളുകളോട് പറയുന്നു 3 വ്യക്തിത്വങ്ങളാണ്. പിന്നീട് ഇവർ തന്നെ പറയുന്നു എന്താണ്, 3 ദൈവങ്ങളില്ല, 3 വ്യക്തികളെ ഉള്ളൂ. 3 ദൈവം എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇവർ 3 വ്യക്തിത്വങ്ങളാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യഹോവയാണ് ദൈവം, അല്ലേ? അപ്പൊ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് പ്രവാചകന്മാരും മോശയും ഒക്കെ ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോ 2 യഹോവമാരോ 2 യേശുക്രിസ്തുവോ ഉള്ളതായി ബൈബിൾ രേഖകളിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജനത്തെ വിടുവിക്കുന്നു. മക്കൾ എന്താണ്? ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ 39 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ 39 വാക്യത്തിൽ ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനും ഇല്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സ് വെച്ച് കൊള്ളുക. അപ്പോ തത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 പേരാണ്. ദൈവം ആത്മാവാണെന്ന് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചു. ആ ആത്മാവിനെ എടുത്ത് അവരെന്ത് ചെയ്തു? 3ാമത്തെ ദൈവത്വത്തിലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ തീർച്ചയായും ലഭിക്കും എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യം തന്നെയാണ്, അല്ലേ? കാരണം നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ദൈവം വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനോ മനുഷ്യപുത്രനോ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മനുഷ്യനല്ലാത്തവൻ. യേശുക്രിസ്തു പലപ്പോഴും പറയുന്നു ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, അല്ലേ? ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. ഈ ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, എങ്കിലും ഞാൻ എന്താണ്, എൻ്റെ മക്കളെ വിടുവിക്കുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് എന്ന് യേശുക്രിസ്തു പലപ്പോഴായി പറയുന്നു തന്റെ വചനങ്ങളിലൂടെ.
അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയുമില്ല. യേശു ക്രിസ്തുവിലൂടെ, അതായത് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവന് ഒരു തരത്തിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്തത്? ഡേവിഡ് അടിമാലി പാസ്റ്ററെ പോലെയുള്ളവർ എന്ത് ചെയ്യുന്നു? വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം യേശു ക്രിസ്തുവിനെ അവർക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ അവർ തള്ളിക്കളയുകയാണ്. കാരണം എന്താണ്? യേശു ക്രിസ്തു അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അല്ല എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുക. കാരണം അവരുടെ വ്യക്തിത്വമാണ്, അതാണ് അവരുടെ സിദ്ധാന്തങ്ങളിൽ നിഴലിട്ട് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും ഇക്കാലത്തല്ല ഒരു കാലത്തും സാധ്യമല്ല. ദൈവത്തിന്റെ, അതായത് പഴയ നിയമത്തിൽ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടത് എന്തിനാണ്? ഇസ്രായേൽ ജനത്തെ വെടിവെക്കുവാൻ വേണ്ടിയാണ്. യഹോവ എന്ന നാമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ യഹോവയായി വെളിപ്പെട്ടത് എന്തിനാണ്? ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുക്കലിന് വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ യേശു കർത്താവിന്റെ രക്ഷ തള്ളിക്കളയുന്നവരൊന്നും എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് ത്രിയേകം, തൃത്വം എന്നിവ പഠിപ്പിക്കുന്നവർ തീർച്ചയായും നാശത്തിലേക്ക് പോകുമെന്ന് ദൈവവചനം വളരെ ശക്തമായി പറയുന്നു. കാരണം 3 ദൈവങ്ങളോ 3 വ്യക്തിത്വങ്ങളോ ബൈബിളിൽ ഇല്ല, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ മറന്നു പോകരുത്. സംഖ്യാപുസ്തകം, ആ പുസ്തകവും മോശ എഴുതിയതാണ്. 12-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ 7-ാമത്തെ വാക്യം, എന്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. എന്താണ്? അവൻ ഏക ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അതാണ് അവന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. അവൻ പലപ്പോഴും വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായിരുന്നത് കൊണ്ട് എന്താണ്? 7-ാമത്തെ, എന്റെ ദാസനെ മോശ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. 8-ാമത്തെ വാക്യത്തിൽ, അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറുപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സൃഷ്ടിയായിട്ടും അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്തു. യഹോവയുടെ രൂപം കാണുകയും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? വിശ്വസ്തനാകണം. ഏത് ദൈവത്തിന്റെ ദാസനാണെങ്കിലും എന്താണ്? ദൈവത്തിൽ വിശ്വസ്തനാകണം. ദൈവത്തിന് മുമ്പിൽ ഒരു വിശ്വസ്തത വേണം. 3 ദൈവങ്ങളും തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാങ്കല്പികതകളും തങ്ങൾ ഉണ്ടാക്കിയെടുത്ത നിരൂപണങ്ങളല്ല വിശ്വസിക്കേണ്ടത്. കാരണം എവിടെയോ ബൈബിൾ കോളേജിലോ അല്ലെങ്കിൽ എവിടെയോ പഠിച്ചത്, അല്ലെങ്കിൽ ചില പടങ്ങളിൽ അല്ലെങ്കിൽ ചില ഫോട്ടോകളിൽ കണ്ടു 3 പേരുണ്ടെന്ന്. അപ്പൊ അതങ്ങ് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ദൈവദാസന്മാരെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് എന്താണ്? കുറെ ആളുകളെ പിടിക്കണം, കുറെ ആളുകളെ ഉണ്ടാക്കണം. ഇപ്പോൾ എല്ലാം എന്താണ്? ഒരു ഫാൻസിന്റെ കാലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ 3 പേരുണ്ടെന്നും 3 ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്കെല്ലാം യേശു ക്രിസ്തുവിനെ വെച്ച് എന്താണ്? രോഗസൗഖ്യം, കാശുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായി ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പൊ യേശു ക്രിസ്തു പലപ്പോഴും സാക്ഷ്യപ്പെടുന്നത് എന്താണ്? പിതാവിനെ പറ്റി അവൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പീലിപ്പോസ് പറഞ്ഞപ്പോ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത്? ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസെ എന്ന് ചോദിച്ചു. ഞാൻ പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുന്നവർക്കെല്ലാം എന്താണ്?
ഒരു ചിരിയുടെ, അതായത് തൃത്തക്കാരന്റെ മനസ്സിൽ എന്നും എന്താണ്, ഒരു ചിരിയുടെ വൈഭവമാണ്. അവർ പറയുന്നു അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറ്റൊരാൾക്ക് ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് ആൻസർ തരാൻ കഴിയുള്ളൂ. കാരണം രക്ഷപ്പെടുവാനായിട്ട് ഇവരെന്ത് ചെയ്യും? ഓരോരോ ആൻസറുകൾ നൽകി ഇവരെന്ത് ചെയ്യും? കിടന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് ഇവരിത് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധവുമില്ല. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? കുറച്ച് പൈസ ഉണ്ടാക്കണം, കുറെ ആൾക്കാരെ ഇങ്ങനെ, വേറെ ജോതമാർഗമൊന്നുമില്ല. കാരണം ഈ ജോലിക്ക് ഒരു കാര്യത്തിന് ഇവർ പോവുകയല്ല. പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു? കൂടാരപ്പണി എടുത്തുകൊണ്ടാണ് താൻ എന്ത് ചെയ്തത്? താൻ വേല ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു താൻ സുവിശേഷം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ പല ദൈവദാസന്മാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭയങ്കര മടിയന്മാരാണ്. കാരണം ഇങ്ങനെ യേശുവിന്റെ നാമം പറയുക, തൃത്വക്കാരനാകുക, ഇതൊന്നും എന്താണ് ശരിയായ ഒരു പഠനമോ അല്ലെങ്കിൽ ശരിയായ ഒരു ദൈവീക മാർഗമായി ആരും ധരിക്കുന്നെങ്കിൽ ഇതെല്ലാം തെറ്റാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവൻ അങ്ങനെ തന്നെ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ തന്നെ വിശ്വസിച്ച് രക്ഷയുടെ മാർഗത്തിനായിട്ട് അവനിൽ വിശ്വസിച്ച് എന്ത് ചെയ്യണം? പാപങ്ങളുടെ മോചനത്തിലായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേക്കണം. അല്ലാതെ പാപമോചനം ലഭിക്കുകയില്ല. തൃത്വ സ്നാനത്തിൽ ഒരിക്കലും പാപമോചനം ലഭിക്കുവാൻ പോകുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട്, ആകെ ഒരു സ്നാനമേ നമുക്കുള്ളൂ. തൃത്വ സ്നാനം എന്ന് പറയുന്ന ഒരു സ്നാനം ബൈബിളിലില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് നാമങ്ങളായിരുന്നെങ്കിൽ അത് 3 പേര് അവിടെ വരത്തുള്ളായിരുന്നു. അവിടെ 3 പേരില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ, പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. സകല ജഡങ്ങളുടെ ഉടയവനും, അതായത് സകലത്തിന്റെയും നിർമ്മാതാവായ ദൈവം, അതുപോലെ തന്നെ സകല ചരാചരങ്ങളുടെ മേലും വാഴുന്ന രാജാവായവൻ നിൽക്കുമ്പോൾ അവനെ പിതാവെന്നാണ് വിളിക്കുന്നത്. വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ പുത്രത്വം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 3 സ്റ്റേജുകൾ ദൈവം കിടന്നുപോയി, അല്ലേ? 3 സ്റ്റേജുകളിലൂടെ ദൈവം കിടന്നുപോയി. അപ്പോ പല ആളുകളും പറയും രണ്ടാമത്തെ വ്യക്തി ഇറങ്ങി വന്നതെല്ലാം ചെയ്തു, അല്ലേ? രണ്ടാമത്തെ വ്യക്തിയെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ വിളിച്ച എന്താണ്? ദൈവം എന്നാണ്. അതിവർക്ക് അറിയത്തില്ല. അവർക്ക് അത് കേൾക്കുമ്പോ രണ്ടാമത്തെ വ്യക്തിന് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യഹോവയായ ദൈവം സാക്ഷ്യം പറയുമ്പോ ഈ തൃത്വക്കാര് പറയുകയാണ് 3 പേരുണ്ടെന്ന്. അല്ലെ, യഹോവയായ ദൈവം പറയാണ് ഞാൻ തന്നെ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. അപ്പൊ യഹോവയായ ദൈവം പറയാണ് ഞാൻ തന്നെയാണ്, വേറെ ആരും ഇല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 15-ാമത്തെ വാക്യത്തിൽ 43-15, ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. അല്ലെ? ഉൽപ്പത്തി പുസ്തകത്തിൽ നാം എന്നൊരു വാക്ക് കണ്ടപ്പോ എല്ലാവരും വിചാരിച്ചവിടെ 3 പേരുണ്ട്.
ഇവിടെ യഹോവ സാക്ഷ്യപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകനെ കൊണ്ട് തൂലിക എഴുതി വച്ചിരിക്കുകയാണ്. തൂലികയിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ്? എനിക്ക് ശേഷം ആരുമില്ല. അല്ലെ? അടിമാലി പാസ്റ്റർ പറയുകയാണെങ്കിൽ പറയും, കാരണം ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം യേശുക്രിസ്തു ദൈവമായിരുന്നു. ഈ ശേഷം എന്നൊരു വാക്കെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എഴുതിയിരിക്കുകയാണ്, എന്റെ ശേഷം ഇനി ഉണ്ടാകുകയില്ല. അല്ലെ? ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നത്, അല്ലെങ്കിൽ സ്നാന സമയത്താണ് ദൈവം ലഭിച്ചെന്ന് പറയുമ്പോ എന്റെ ശേഷം എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം അവിടെ എഴുതിയേക്കുന്നത്. വേറെ രക്ഷിതാവുമില്ല. അല്ലെ? രണ്ടാമത്തെ വ്യക്തിത്വമാണ് വന്നെന്ന് എങ്ങനെ അടിമാലി പാസ്റ്റർക്ക് തെളിയിക്കാൻ കഴിയും? അത് ഒരിക്കലും അദ്ദേഹത്തിന് തെളിയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ദൈവവചനം തിരുത്തുകയാണ്. കാരണം ദൈവത്തെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? വെല്ലുവിളിക്കുകയാണ്. കാരണം ദൈവം പോലും പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇരുന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യരുത്? നമ്മൾ വളരെ മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഇടങ്ങളിലൊക്കെ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? ഞാൻ തന്നെ പ്രസ്താവിക്കുകയും എന്താണ്? ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു എന്ന് ഞാൻ ദൈവം തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ 44:8 നമ്മൾ പോകുമ്പോ 8-ാമത്തെ വാക്യത്തിൽ, യെശയ്യാവിന്റെ പുസ്തകം 44 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ച മുതൽ ഞാൻ എന്നെ പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും ചെയ്യുന്നവനാൽ സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ പ്രസ്താവിച്ചിട്ട് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. ഇപ്പൊ യഹോവയായ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. അല്ലേ? വേറൊരാളെ അറിയുന്നില്ല, ഒരുത്തനെ അറിയുന്നില്ല. അപ്പം സമതുല്യരായ 3 പേരുണ്ട്, 2 പേരുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഈ തൃത്വക്കാര് ദൈവത്തെ കളിയാക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? അവർ ദൈവത്തെ നിരന്തരം കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. 2-3 പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിരന്തരം പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ്. അവന്റെ നാമത്തെയാണ്, അല്ലെ? അവൻ വെടിപ്പിക്കുവാൻ വേണ്ടി ഒരു നാമം എടുത്തു, ഭൂമിയിൽ വന്നു. ആ നാമത്തെ പോലും ഈ കാലങ്ങളിൽ തള്ളിക്കളയുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. അത് എന്താണ്? പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള മാർഗവുമായും അതിനെ കാണുന്ന ചില ദൈവദാസന്മാർ ഇന്ന് ഏറി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവദാസന്മാരെന്ന് പറയാൻ ഒരിക്കലും പറയാൻ ഒക്കുകയില്ല, എങ്കിലും ഞാനത് വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 8-ാമത്തെ വാക്യത്തിൽ, യെശയ്യാവിന്റെ പുസ്തകം 45:8 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിർമ്മാണത്തെ കുറിച്ചും സൃഷ്ടിയെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി. 7-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. അല്ലെ? തൃത്തക്കാർ പറയണം 3 പേരുടെ കൂടി നിന്ന് ആലോചിച്ച് ചെയ്തതാണ്. പക്ഷെ യഹോവ പറയാണ്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു, ഞാൻ നന്മ ഉണ്ടാക്കുന്നു, തിന്മയെ സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാനിതൊക്കെയും ചെയ്യുന്നു. ആകാശം മേലിൽ നിന്നും പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷ വിളയേണ്ട ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നു.
അല്ലെ? ഉൽപ്പത്തിയിലെ വാക്യമൊക്കെ എടുത്തോണ്ട് വന്നേച്ച് മാം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 3 പേര് ഒരുമിച്ചിരുന്നു, ആലോചിച്ചു. അല്ലെ? ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വൃത്തക്കാർ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അല്ലെ? യഹോവയെ ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു യഹോവയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 3 യഹോവമാര് കൂടിയാണ്, അല്ലെങ്കിൽ അല്ലെ, നമ്മുടെ ലോറൻസ് മാസ്റ്റർ പറയുന്നത് 3 യഹോവ സർവനാമമാണ്. യഹോവ എന്ന് പറയുന്നത് സർവനാമമാണ്, 3 പേർക്കൂടുള്ള പേരാണെന്ന്. അപ്പൊ 3 യഹോവ കൂടിയാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ബോധോദയം ഉണ്ടായതെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ്, ഇവർ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കാലങ്ങളിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാകുന്നു. യെശയ്യാവിന്റെ പുസ്തകം 40:25 നമ്മൾ വായിക്കുമ്പോ 40 അധ്യായം 25 വാക്യം, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളിച്ചെയ്യുന്നു. അല്ലേ? ഈ 3 വ്യക്തിത്വമൊക്കെ തെളിയിക്കാൻ വേണ്ടി ഈ മറ്റേ റബ്ബറിൻകായുടെ കുരു, അതുപോലെ തന്നെ എന്താ പറയാ, വെള്ളയ്ക്ക, ഇതൊക്കെ പല കാര്യങ്ങളൊക്കെയാണ് ഈ പാസ്റ്റർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ ക്ലാസ്സുകളിലൊക്കെ സജീവനായിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്ക് മനസ്സിലാകുകയല്ലോ, കാരണം ഇവരുടെയൊക്കെ എന്താണ് ഈ തന്ത്രം നമുക്കറിയില്ലല്ലോ. ഇവരുടെയൊക്കെ ചിന്ത മറ്റെന്തോ ആയിരുന്നു അക്കാലങ്ങളിൽ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ദൈവത്തെ 3 വ്യക്തിത്വങ്ങളാക്കി മാറ്റിയെടുക്കും. ദൈവവചനം പഠിക്കാത്തത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കള് ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ പലതും പുറത്തു വരും എന്നുള്ള കാര്യം വളരെ തീർച്ചയായുള്ള കാര്യമാണ്. ഞാൻ വചനം വായിക്കരുതെന്ന് ആരോടും പറയുകയില്ല. എല്ലാവരും വചനം വായിച്ചിരിക്കണം, ദൈവവചനം വായിക്കണം, പഠിക്കണം, ദൈവത്തെ അറിയുവാൻ ശ്രമിക്കണം, എല്ലാം വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പകുതി അറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെയുള്ള കള്ളന്മാർ വന്ന് നിങ്ങളെ പറ്റിക്കുമെന്നുള്ള കാര്യം സംശയമില്ലാത്ത ഒന്ന് തന്നെയാണ്. അല്ലേ? 40:25 നമ്മൾ വായിച്ചു. ഇനി 46:5 നമ്മൾ വരുമ്പോൾ, അതേ അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 46:5 വാക്യത്തിൽ, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും, തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും. അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു, തുലാസിൽ നിന്നും വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വെക്കുന്നു. അവരതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു, അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അപ്പോ ഇതെല്ലാവരുടെയും വിചാരം എന്നാണ്, ഈ പുറത്ത് ഇത് ചെയ്തായിരുന്നാ മതി, കാരണം പ്രതിമ ഉണ്ടാക്കാതിരുന്നാ മതി, അല്ലെ? പ്രതിമ ഉണ്ടാക്കാതിരുന്നാ മതി. പക്ഷെ ഉള്ളിൽ നിരൂപിക്കുന്നതിന് കുഴപ്പമില്ല. 3 പേരാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഒരു പ്രായമുള്ള മനുഷ്യൻ, രണ്ടാമത്തത് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, പ്രാവ്. ഇത് ഉള്ളിൽ ചിന്തിച്ചാൽ മതിയല്ലോ, അതങ്ങനെയാണ്. ഇന്ന് ഉള്ളിൽ ചിന്തിച്ചാൽ മതി. സ്ഥാന സമയത്ത് 3 പേരെ കണ്ടു. ഒരാൾ പ്രാവായിരുന്നു, മറ്റേ ആൾ എന്തായിരുന്നു, വയോധികനായ അല്ലെങ്കിൽ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. ഉള്ളിൽ ചിന്തിച്ചാലും അത് കുഴപ്പമാണ്, അത് തെറ്റ് തന്നെയാണ്, അല്ലേ? അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ആ പറയുന്ന ആ പ്രതിമ ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും എന്താണ്, ഞങ്ങൾ മനസ്സിലത് നിരൂപിച്ചെടുക്കുകയാണ്. ദൈവം അങ്ങനെ ഇരിക്കുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ നിരൂപിക്കുന്നത് പോലെ അല്ല. നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോ 17 അധ്യായത്തിലേക്ക് വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തികൾ 17:29 വരുമ്പോ 29 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ഈ ദൈവത്തെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ മറുപടി കൊടുക്കുകയാണ്, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ
ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. അപ്പോ ഉപാധിവാക്യം എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഒരു മാനസാന്തരം വേണം. ഇതിനകത്ത് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ 3 പേരുണ്ട്, അല്ലെ ഒരു പ്രാവാണ്. ദൈവത്തിൽ 3 പേരുണ്ട്. അതൊരാൾ വയോധികനാണ്, പ്രായമുള്ള മനുഷ്യനാണ്, രണ്ടാമത്തെ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്, അത് ഉള്ളിൽ ചിന്തിച്ചാലും അതെന്താണ്, തെറ്റ് തന്നെയാണ്. ഇപ്പൊ എല്ലാരും വിചാരിക്കും തെറ്റ്, ഞാൻ അത് ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ ഉള്ളിൽ മെനഞ്ഞെടുത്തെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമ്മള് വായിക്കുമ്പോ എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ, എഫേസ്യർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അല്ലെ, എല്ലാവർക്കും മീതെ കൂടി വ്യാപരിക്കുന്നു, എല്ലാവരിലും ഇരിക്കുന്നവൻ. അല്ലെ, എല്ലാവരിലും ഇരിക്കുന്നു. ധൃത്തക്കാല ഭാഷ പറഞ്ഞ എല്ലാവരിലും ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ് 3-ാമത്തെ വ്യക്തിത്വം. വ്യാപരിക്കുന്ന ആരാണ്? യേശുക്രിസ്തു. മധ്യസ്ഥം, അല്ലെ, വ്യാപരിക്കുകയാണ്. ഒന്ന് പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവനാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിതാവ് ഒരുവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. 3 എഴുതിയിട്ടില്ല. പിന്നെ തൃത്വക്കാർക്ക് എന്താണ്, അവരുടെ സിദ്ധാന്തം പൊളിയാതിരിക്കാൻ അവർ പറയും 3 കാരണം ബൈബിളിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 കാരണം യേശുക്രിസ്തു പറഞ്ഞില്ല 3 അപ്പോസ്തലന്മാർ പറഞ്ഞില്ല 3 അവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തർത്ഥത്തിലാണ് അവർ പറഞ്ഞത് എന്ന് പോലും തൃത്വക്കാർക്ക് ഇതുവരെ അറിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി. ഇതിനുവേണ്ടിയാണ് ഏക പ്രത്യാശ. അത് 1:18 നമ്മൾ വായിക്കുമ്പോ, എഫേസ്യർ 1:18 നമ്മൾ വായിക്കുമ്പോ 18-ാമത്തെ വാക്യത്തിൽ അവന്റെ വിളിയാനുള്ള ആശ എന്നതെന്ന് വിശുദ്ധന്മാർ അവന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്ന് അവന്റെ ബലത്തിന്റെ ഫലഭൂത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ എഫേസ്യരില് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അപ്പൊ എന്ത് വിളിക്ക് വേണ്ടിയാണ്? ഏക ദൈവ വിശ്വാസത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ത്രിയേക ദൈവത്തിലേക്കോ തൃത്വത്തിലേക്കോ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏക ദൈവം അല്ലെങ്കിൽ ഏക പ്രത്യാശ. 3 പ്രത്യാശകൾ, അല്ലെ? തൃത്വത്തിനാകുമ്പോൾ 3 പ്രത്യാശകൾ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ, വിശ്വാസം 1, സ്നാനം 1. അല്ലേ? സ്നാനം തത്വക്കാരുടെ അഭിപ്രായത്തിൽ പറഞ്ഞ 3 പേരുടെ നാമത്തിൽ നടക്കണം. പക്ഷെ 3 പേരുടെ നാമത്തിൽ നടത്തിയാൽ നിങ്ങൾ ഒരു തരത്തിലും എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് ശരീരം 1. ഒരു ശരീരമേ ഉള്ളൂ. ഒരുപാട് ശരീരങ്ങളുണ്ടോ? ഇല്ല, ഒരു ശരീരം.
ഒന്ന് ആത്മാവ്, ഒന്ന് കർത്താവ്. ഏക കർത്താവ് എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ തൃത്തക്കാർ ഇതെല്ലാം എടുത്തിട്ട് എന്നെ എടുക്കും, മൂന്നാക്കും. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ അവസാനം പറഞ്ഞിരിക്കുകയാണ്, എല്ലാം ഒരുവനാണ്. മൂവരാണെന്ന് എഴുതിയിട്ടില്ല. മൂവരാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണമായിരുന്നു? നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഇതാണ്, ആരും ദൈവവചനം വായിക്കുന്നില്ല. ദൈവവചനത്തിലുള്ള അറിവ് ആർക്കും ലഭിക്കുന്നില്ല. അതുകൊണ്ട് അടിമാലി പാസ്റ്റർ പോലുള്ളവർ വന്നിട്ട് 3 ദൈവങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കും. നമ്മൾ അതിനകത്ത് ചെന്ന് വീണു പോകും. പക്ഷെ ദൈവവചനത്തിലേക്ക് നോക്കണം. കർത്താവ് എന്താ അവിടെ പഠിപ്പിച്ചത്? കർത്താവ് അവിടെ 3 പേരെ ഒന്നും പഠിപ്പിച്ചതായിട്ട് ഇല്ല. നിങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് തൃത്വക്കാരെന്ന് പറയുന്നത്, അല്ലേ? പലതും നിങ്ങളെ പറ്റിച്ചു. കാരണം ഇക്കാലങ്ങളിലൊക്കെ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട സമയം എത്രയോ അടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. വചനത്തിലേക്ക് വരണം. വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരുവനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മൂവർ പഠിപ്പിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യും? യാതൊരു സംശയവുമില്ല, നരകത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ആർക്കും അത് മാറ്റാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഇക്കാലങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ശ്രദ്ധയോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കുവാൻ എല്ലാവരും ഒരുങ്ങട്ടെ എന്ന് ഞാൻ വിതരണത്തില് ഈ വചനത്തിലൂടെ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. കാരണം ഇത്രയും നാളുകൾ നിങ്ങളെ പറ്റിച്ചവർ, അല്ലേ? 3 പേരുണ്ടെന്നും 3 ദൈവം ഉണ്ടെന്നും ഒക്കെ, അല്ലെ? സ്ഥലത്ത് 3 ദൈവം ഉണ്ടെന്ന് പറയാതിരിക്കാൻ വേണ്ടി അവരതിന് 3 വ്യക്തിത്വങ്ങളാക്കി തീർത്തു. ബാബിലോണിൽ നിന്ന് വന്ന തൃത്വം എടുത്തുകൊണ്ട്. കാരണം വെള്ളയ്ക്കായും റവൻ കുരുവൊക്കെ എടുത്ത് ഒരു ഉദാഹരണങ്ങൾ കാണിച്ച് നമ്മളെ കാലങ്ങളിൽ പറ്റിച്ചു. അതുകൊണ്ട് മടങ്ങി വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ അവൻ നൽകിയ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടും. ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം എല്ലാവർക്കും ലഭിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന പരമ്പര ഞാനിവിടെ നടത്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന യേശു കർത്താവെ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് ആഴമായി അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ. പ്രത്യേകിച്ച് വയനാട്ടില് വേദനയോട് കഴിയുന്ന, എല്ലാം നഷ്ടപ്പെട്ട്, കാരണം ഉരുൾപൊട്ടലുണ്ടായി നഷ്ടപ്പെട്ടു പോയ ആ ജനഭാഗത്ത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റവരും മുടയോരും നഷ്ടപ്പെട്ടവർ കർത്താവ് അവരെ വിടുവിക്കണമേ, അവരെ സഹായിക്കണമേ. കർത്താവിന്റെ കൃപ അവരോട് കൂടെയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം എൻ്റെ കർത്താവ് അവർ കാവൽ ചെയ്ത് കേരളത്തെയും ഇന്ത്യയെയും സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ്, ഇതിൽ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ സ്തോത്രം മാനും മഹത്വപ്പിച്ചിട്ടെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. സ്തോത്രം.